ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. നിങ്ങള് ഇപ്പൊ ഞാൻ പറയുന്ന ലഗ്നത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ വിവാഹം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ തേടിപ്പോയി കണ്ടുപിടിച്ചാലായിരിക്കും നടക്കാൻ സാധ്യത കൂടുതൽ. ഇത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ടുപേർക്കും ഇത് പൊരുന്തും. അപ്പൊ നമുക്ക് ഏത് ലഗ്നമാണ്, അതിന്റെ റൂൾ എന്താണെന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. പകുതിയോളം വീഡിയോകള് പ്രമാണ സഹിതം കേരള അസ്ട്രോളജിയിലെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പകുതിയോളം വീഡിയോകള് തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളെ കൊണ്ട്, ടിപ്സുകളെ കൊണ്ട് നിറഞ്ഞ വീഡിയോകളാണ്. ഒരു 4-5 ലൈവ് വീഡിയോകൾ ഞാൻ ഫുൾ വീഡിയോകൾ കർമ്മ അസ്ട്രോളജി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് നോക്കാം. ഭർത്താവ്, ഭാര്യ, ഇവരെ നമ്മൾ തേടി കണ്ടുപിടിക്കുക എന്നുള്ളത് ഏത് ലഗ്നത്തിലാണെന്ന് സംശയമൊന്നും വേണ്ട. കുംഭലഗ്നക്കാര്. കുംഭ ലഗ്നത്തെ പറ്റി സത്യാചാര്യര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കുംഭലഗ്നക്കാര് എപ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കാം. സ്വന്തം സ്വഭാവം പുറത്ത് കാണിക്കാത്തവരായിരിക്കാം. ഇവർക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലും അത് പുറത്ത് വെളിവായി വന്നെന്നില്ല. അവരിൽ കഴിവുകളൊക്കെ ഉണ്ടാവും, മറ്റുള്ളവര് അത് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ ഇത്രയും വിവരമുള്ളവരായിരുന്നു എന്നൊക്കെ മനസ്സിലാവുക. വളരെ സൈലന്റ് ആയിട്ടിരിക്കും, എന്നാൽ പുലികളായിരിക്കും. അപ്പൊ ഈ ലഗ്നക്കാര്, അതായത് കുംഭലഗ്നക്കാര് കല്യാണം ആലോചിക്കുന്ന സമയത്ത് മിക്കവാറും ഇവരുടെ ട്രയൽ ഉണ്ടെങ്കിലായിരിക്കും നടക്കാൻ സാധ്യത. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ 7th ഹൗസ് സൂര്യന്റെ രാശിയായ സിംഹമാണ്. അപ്പോ ഈ സിംഹരാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സിംഹരാശി ഇവിടെ ഗ്രഹം ഇരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റമുണ്ട്. ഗ്രഹം ഇല്ലെങ്കിൽ 7ാം ഭാവത്തിന്റെ ആധിപത്യ ഫലം സിംഹരാശി നൽകും. സിംഹരാശി ഒരു പ്രത്യേക രാശിയാണ്. ഈഗോയിസ്റ്റിക് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. സിംഹരാശി ഒന്നും എടുക്കത്തില്ല, ഒന്നിനെയും തേടിപ്പോയി പിടിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിംഹത്തിന്റെ സ്വഭാവം തന്നെ വേട്ടയാടി മൃഗങ്ങളെ ഇര പിടിക്കുക, ക്യാച്ച് ചെയ്യുക, അല്ലാണ്ട് അവരിലേക്ക് വന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. അപ്പോ ഈ കുംഭരാശിക്കാര് വിവാഹ വിഷയം വന്ന സമയത്ത്, ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് തട്ടിക്കളഞ്ഞാലും പിന്നീട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാൻ പാടായിരിക്കും. അത് കർക്കിടക ലഗ്നക്കാർക്കും പൊരുന്തും, മകരലഗ്നക്കാർക്കും പൊരുന്തും. മകരലഗ്നത്തിന് 7ാം ഭാവം ചന്ദ്രനാണ്. അപ്പൊ ഒരു ഒറ്റ ആധിപത്യമുള്ളതാണത്. ഇതാണെങ്കിൽ ശനിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുംഭലഗ്നക്കാര് വിവാഹം ആലോചിക്കുന്ന സമയത്ത് പരമാവധി അതിന് ട്രയൽസ് ചെയ്യുക. ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തേടി വരുമെന്ന് വിചാരിച്ച് പെൺപിള്ളേരാണെങ്കിലും കൂടുതൽ അങ്ങനെ ഇരിക്കരുത്. അവര് മാട്രിമോണിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരസ്യമൊക്കെ കൊടുത്ത് നല്ല ഇഷ്ടപ്പെടുന്ന പ്രൊഫഷണൽ ഉള്ള ആളുകള് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാല് ഏതെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് എടുത്താൽ കിട്ടും. അതെല്ലാം നീക്കി വെക്കുകയാണെങ്കിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോയിട്ട് പിന്നെ നല്ല കേസുകൾ വരാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോകളുടെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ടോപ്പപ്പ് ചെയ്ത് പോകാന്ന് പറയുന്ന തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ആണ്. എങ്ങനെ ഫലം പറയണം എന്നൊക്കെ ഉള്ളത് ഒരു 56, ഒരു ലഗ്നത്തെ, ഒരു ഗ്രഹത്തെ നോക്കുമ്പോൾ ഒരു 56 കാര്യങ്ങൾ പരാശര മെത്തേഡിൽ നോക്കണം എന്നൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഒരു 7ാം ഭാവം ഏത്, 7ാം ഭാവാധിപനായ ഇപ്പൊ സൂര്യൻ എവിടെ ഇരിക്കുന്നു, ആരുടെ കൂടെ ഇരിക്കുന്നു, ആരൊക്കെ നോക്കുന്നു, വല്ല പരിവർത്തനം, സ്തംഭനം, അസ്തംഗം,
അസ്തമനം, വക്രം, ഇതൊക്കെ ഉണ്ടോ? ഉച്ചനീചം, സ്വക്ഷേത്ര മൂല, ത്രികോണം, ബന്ധു, ശത്രു, സമ, ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നോക്കി അതുപോലെ മറ്റു ഗ്രഹങ്ങളിലെ കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഫലം പറയേണ്ടത്. പക്ഷെ ഇതൊരു മെയിൻ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ട് പല ആളുകൾക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വിട്ടാൽ, ഈ രാശിയുടെ കാര്യം ശ്രദ്ധിക്കാതെ വിട്ടാൽ തന്നെ ആ ഒരു കാര്യം അഫക്റ്റ് ചെയ്തേക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് അയ്യേ ഇത്ര സിമ്പിൾ ആണോ എന്ന് വിചാരിക്കരുത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ലെയർ ബൈ ലെയർ നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലൈവിൽ ചെയ്യാൻ പോകുന്ന തന്നെ പരാശര മെത്തേഡില് ഫലം എടുക്കുന്ന വിധം വേഴ്സസ് DNA ആൻഡ് മ്യൂട്ടേഷൻ തിയറീസ് എന്നും പറഞ്ഞിട്ട് ഉടൻ തന്നെ ലൈവ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ലൈവ് ഇതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരാശരയിൽ ഫലം എടുക്കാൻ എങ്ങനെയൊക്കെ നോക്കണം. ലൈവിൽ അത്രയും പറയാൻ പറ്റുള്ളൂ. കാര്യം ഏകദേശം 1 മണിക്കൂറൊക്കെ പറഞ്ഞാൽ ഈ വിഷയം എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. DNA ഫലം, മ്യൂട്ടേഷൻ തിയറികളിൽ എങ്ങനെ ഫലം, ഇതൊക്കെ DNA മ്യൂട്ടേഷൻ തിയറി എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണമായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണെന്നും പരാശരം എന്താണെന്നും ഒക്കെ നമുക്ക് ലൈവ് വീഡിയോയിൽ കാണാം. മുന്നേ ഞാൻ ലൈവുകൾ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.